പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പ്രദക്ഷിണം ഭക്തി നിർഭരമായി. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ സ്വദേശി മധുരേഷ് കുമാറാണ് മരിച്ചത്. കടവല്ലൂർ വട്ടമാവിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 3 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് സ്കൂട്ടർ മരത്തിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തീർത്ഥാടകർക്ക് ആത്മീയ ചൈതന്യം പകർന്ന പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൂവെള്ള വസ്ത്രം ധരിച്ച് ലില്ലി പൂക്കളേന്തിയ ബാലിക ബാലന്മാരും സ്വർണ്ണപ്രഭ ചൊരിയുന്ന പൊൻകുരിശുകളും വർണ്ണമുത്തുകുടകളും കയ്യിലേന്തിയ വിശ്വാസികളും വാദ്യമേളങ്ങളും തിരുനാൾ പ്രദക്ഷിണത്തിന് അകമ്പടിയായി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിബിൻ താഴേക്കടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിബിൻ ചുണ്ടൽ സഹകാർമ്മികനായി. 2 ദിവസങ്ങളിലായി നടന്ന ഊട്ടുനേർച്ചയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ വിജയ് ജോസി, ജോയ് ആന്റണി, ബാബു ജോർജ്, ആന്റോ വർഗീസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജൻ ജോസ്, വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ എൻജെ ലിയോ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 28-നാണ് 8ാം തിരുനാൾ. അനുഗ്രഹദായകവുമായ ഭക്തജനങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നടക്കൽ മേളം ആസ്വാദകരുടെ മനം കവർന്നു. തിരുനാൾ സൗഹൃദവേദിയുടെ നേതൃത്വത്തിലാണ് ദേവാലയ തിരുമുറ്റത്ത് നടക്കൽ മേളം നടന്നത്. നടക്കൽ മേളത്തിന് കലാമണ്ഡലം ശിവദാസ് പ്രാമാണികത്വം വഹിച്ചു. 101 വാദ്യ കലാകാരന്മാർ ചേർന്നാണ് മേളം കൊട്ടിക്കയറിയത്. തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നടക്കൽ മേളം ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി ഭാരവാഹികളായ എൻജെ ലിയോ, സുബിരാജ് തോമസ്, ജിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ പൊൻകുരിശുകളുടെ പ്രദർശനം ആകർഷകമായി. 81 കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് 81 പൊൻകുരിശുകളാണ് പ്രദർശനത്തിനൊരുക്കിയത്. പൊൻകുരിശുകളുടെ പ്രദർശനം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ സേവിയർ അറക്കൽ അധ്യക്ഷനായി. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, റിമ ടോമി, ആന്റണി ബിജോ, ജിൽസ് തോമസ്, റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ മഹാജോഗിൻ സ്വദേശി 28 വയസ്സുള്ള മധുരേഷ് കുമാറാണ് മരിച്ചത്. ഇയാളെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ സുഹൃത്തായ ബീഹാർ സ്വദേശി സോംകുമാറിനെ പരിക്കുകളോടെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറിന്റെ മതിലിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന മധുരേഷ് കുമാർ വായുസഞ്ചാരമില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്ത് സോംകുമാർ കിണറ്റിലേക്ക് ഇറങ്ങി മധുരേഷ് കുമാറിനെ പുറത്തെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് സോംകുമാറിനെ കിണറ്റിൽ നിന്നും രക്ഷിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ മധുരേഷ് കുമാർ 5 വർഷമായി എരുമപ്പെട്ടിയിൽ താമസക്കാരനാണ്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ എൻ അജിത്, SI AV സജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടവല്ലൂർ വട്ടമാവിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കടവല്ലൂർ സ്വദേശി ആലംകൂട്ടുപറമ്പിൽ വീട്ടിൽ പ്രകാശനെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കിണർ വൃത്തിയാക്കുന്നതിനായി കിണറ്റിൽ ഇറങ്ങിയ പ്രകാശന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തിയാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 3 കിലോ കഞ്ചാവ് പിടികൂടി. അഴീക്കോട് മാർത്തോമ നഗറിൽ താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി വിപുൽ ദാസിന്റെ പക്കൽ നിന്നുമാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PV ബെന്നി, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ KS മന്മഥൻ,
അനീഷ് ഇ പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ്, ഡ്രൈവർ വിൽസൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. ശൃംഗപുരത്ത് ഉഴുന്ന് കയറ്റുമതി കമ്പനി നടത്തുന്ന രമേശ് നാടാരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പടാക്കുളം ശാന്തി ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. റോഡിൽ പരിക്കേറ്റ് കിടന്നിരുന്ന രമേശിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചേനത്തുനാട് തൂക്കുപറമ്പിൽ 54 വയസ്സുള്ള സാബുവാണ് മരിച്ചത്. കുളിക്കടവിൽ വസ്ത്രങ്ങളും സോപ്പും ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ഫയർഫോഴ്സ് തടയണയുടെ ഷട്ടറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന സാബുവിന്റെ മൃതദേഹം പുറത്തെടുത്തു. വടക്കാഞ്ചേരിയിൽ പിക്കപ്പ് വാനടിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുണ്ടത്തിക്കോട് കാളിയം വീട്ടിൽ 34 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നടന്നുവരുമ്പോൾ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വള്ളത്തോൾ നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കേശവൻ അധ്യക്ഷത വഹിച്ചു. KK മുരളീധരൻ, PA ബാബു, KV നഫീസ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ PM അനീഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം, UDF ചേലക്കര മണ്ഡലം ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, E വേണുഗോപാലമേനോൻ, TM കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. KK ജേക്കബ് അധ്യക്ഷനായി. LDF തെരഞ്ഞെടുപ്പ് കൺവീനർ KK ബാബു, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നൌഫൽ, ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും വോട്ട് സൂക്ഷ്മതയോടെ വിനിയോഗിക്കണമെന്നും SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ് പറഞ്ഞു. SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൽ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ IMK ഫൈസി, PSK മൊയ്തു ബാഖവി മടവന, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, PK ബാവ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പോലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഈ നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനൊരുങ്ങി ചാവക്കാട് നഗരം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടക്കുന്ന പൊതുയോഗം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങുക. തുടർന്ന് സമ്മേളന സ്ഥലത്തെത്തും. KPCC പ്രസിഡന്റ് MM ഹസൻ, പ്രതിപക്ഷ നേതാവ് BD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും നടത്തി. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ചന്ദ്രാപിന്നി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. LDF ചന്ദ്രാപിന്നി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CB അബ്ദുസമദ് അധ്യക്ഷനായി. നേതാക്കളായ VK ജ്യോതിപ്രകാശ്, TK ചന്ദ്രബാബു, ഷീന വിശ്വൻ, TA അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. TN അജയകുമാർ, TS ശ്രീരാജ്, MK ഫൽഗുണൻ, ഐഷ ബി മുഹമ്മദ്, TV മനോഹരൻ, PC രാജീവ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ അന്ന് പറഞ്ഞ കേരളത്തിൽ വെങ്കടങ്ങ് പഞ്ചായത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാർ പര്യടനം നടത്തി. മുരളി പെരുന്നെല്ലി MLA, VR മനോജ്, PA രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, KV മനോഹരൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങിയതോടെ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. പുലർച്ചെ ഭഗവതി പാലക്കൽ കാവിലേക്ക് എഴുന്നള്ളി. ആദ്യം കാളിയും പിന്നീട് ദാരികനും ഭഗവതിയെ പറവെച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങിയ കാളിയെയും ദാരികനെയും പൂരത്തിനെത്തിയ ഗജപട അനുഗമിച്ചു. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പാണ്ഡിമേളം കാണികൾക്ക് ആവേശമായി. തേരിലേറി യുദ്ധാരംഭത്തിനായി കാളി വാക്പോരിന് തുടക്കമിട്ടു.
ദാരികനും അനുചരന്മാരും വാക്പോരിൽ പങ്കെടുത്തതോടെ ക്ഷേത്ര പരിസരം യുദ്ധഭൂമിയായി. കുപിതയായ കാളിയെ കണ്ട് അനുചരന്മാർ ഓടിയൊളിച്ചതോടെ പിന്നീട് കാളിയും ദാരികനും നേരിട്ട് വാക്പോര് തുടങ്ങി. ഒടുവിൽ പേടിച്ചോടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങിയതോടെയാണ് പൂരം സമാപിച്ചത്. തിടമ്പേറ്റിയ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവനെ കിരീടവും വാളും കൊണ്ട് ഒഴിഞ്ഞ് കാളി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. TCV കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് സ്ഥിരമായി പണവും മൊബൈൽ ഫോണും മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് ഫറോക്ക് സ്വദേശി മാണിയാളത്ത് വീട്ടിൽ സുമേഷിനെയാണ് SI C ജിജോ ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി തെക്കേനടയിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നും പ്രതി 7,000 രൂപ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏപ്രിൽ 2-ാം തീയതി പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് പ്രതിയെ വിട്ടയച്ചത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സത്രം ഗേറ്റിന് സമീപം പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെന്നൈയിൽ യുവ ഗെയിംസ് സംഘടിപ്പിച്ച 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റിൽ മാളയുടെ മിന്നുന്ന വിജയത്തിളക്കം. ടാലന്റ് ഫുട്ബോൾ അക്കാദമിയാണ് ചെന്നൈ മേഖലയിൽ വിജയിച്ചത്. രാജ്യത്തെ വിവിധ മേഖലയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ടീമുകളാണ് അഹമ്മദാബാദിൽ അടുത്ത മാസം നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ മത്സരിക്കുക. ചെന്നൈയിൽ നടന്ന ടൂർണമെന്റിൽ വിജയിച്ച കുട്ടികളെ പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിൽ അനുമോദിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂര്യാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 27, 28 തീയതികളിലാണ് പെരുന്നാൾ. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മാതൃഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അയ്യപ്പ ഭാഗവത സപ്താഹം നടത്തുന്നത്. ഭാഗവത പ്രിയൻ PC ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ. ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സപ്താഹം നടക്കുന്നത്. സപ്താഹത്തിന് മുന്നോടിയായി മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടുമായി അയ്യപ്പ ഘോഷയാത്ര നടന്നു. ഗുരുവായൂർ ക്ഷേത്രം ഒരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞത്തിന് തുടക്കം കുറിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ആചാര്യവരണം നിർവഹിച്ചു. സപ്താഹയജ്ഞം 27-ാം തീയതി സമാപിക്കും. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലുള്ള ചൊക്കന നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഇവിടേക്കുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കണമെന്ന് ആവശ്യമുയരുന്നു. തോട്ടം തൊഴിലാളികളും മലയോര കർഷകരും താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ വിഹാര മേഖലയായതിനാൽ വൈദ്യുതി നിലയ്ക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. നായാട്ടുകുണ്ട് ചൊക്കന കാരിക്കടവ് പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത് വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള 5 കിലോമീറ്റർ ദൂരത്തിൽ 2.5 കിലോമീറ്ററിലേറെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് വനത്തിലൂടെയാണ്. റബ്ബർ തോട്ടത്തിലൂടെയും ഇവിടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിനാൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. രാത്രിയിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയോ കമ്പികൾ പൊട്ടുകയോ ചെയ്താൽ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിക്കുന്ന ജോലി പലപ്പോഴും ദുഷ്കരമാണ്. ഇതുമൂലം മണിക്കൂറുകളോളം പ്രദേശവാസികൾ ഇരുട്ടിലാകേണ്ടി വരുന്നുണ്ട്. ഹാരിസൺ പ്ലാന്റേഷൻ അടക്കമുള്ള റബ്ബർ തോട്ടങ്ങളിൽ പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വഴിവിളക്കുകൾ ഇല്ലാതെ വരുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. റോഡിൽ നിൽക്കുന്ന കാട്ടാനകളെ ദൂരെ നിന്ന് കാണാനാകാത്തതിനാൽ തൊഴിലാളികൾ കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്നത് പതിവാണ്. ചൊക്കനയിലേക്കുള്ള 11 kV അടക്കമുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴി സ്ഥാപിക്കുകയാണെങ്കിൽ ചൊക്കന മേഖലയിലെ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV കൊടകര. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ നിന്നും 44 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. ഡോക്ടർ അഞ്ജു PR, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കടാചലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പ്രദക്ഷിണം ഭക്തി നിർഭരമായി. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ സ്വദേശി മധുരേഷ് കുമാറാണ് മരിച്ചത്. കടവല്ലൂർ വട്ടമാവിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 3 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിലായി.
കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. വടക്കഞ്ചേരി പാർലിക്കാട് സ്കൂട്ടർ മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.